അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ് ഫിഖ് പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നോക്കാം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, നമ്മൾ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം ഞരസുകളുമായി ബന്ധപ്പെട്ടതാണ്. പാഠം 3 ശുദ്ധിയാവൽ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞരസുകളും കൊടുത്തിട്ടുണ്ട്, ഞരസല്ലാത്ത വസ്തുക്കളും കൊടുത്തിട്ടുണ്ട്. അത് വേർതിരിച്ചിട്ട് നമ്മൾ എഴുതണം. അതാണ് വേർതിരിക്കാം. 1 മലം. മലം ഞരസാണ്. ശവം ഞരസാണ്. ചത്ത മത്സ്യം. മത്സ്യം ചത്തതായാലും ജീവനുള്ളതായാലും ഞരസല്ല. ഓക്കെ, അപ്പോൾ അത് ഞരസല്ല. അത് രണ്ടിലാണ് വരിക. 3 ചലം ഞരസാണ്. വെട്ടുകിളിയുടെ ശവം എന്തല്ല, നജസല്ല. ലഹരി ദ്രാവകം നജസാണ്. ഇപ്പോൾ 4 നജസുകളും 2 നജസല്ലാത്തവയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇത് പേജ് നമ്പർ 8 ഇതിൻ്റെ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത്. പേജ് നമ്പർ 8 അവസാന ഭാഗത്ത് നജസുകളെന്ന് കൊടുത്തിട്ടുണ്ടാവും. മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകം, നായ, പന്നി, ശവം തുടങ്ങിയവ നജസുകളാണ്. എന്നാൽ മത്സ്യം ജീവനുള്ളതായാലും ചത്തതായാലും ഒക്കെ എന്താണ്, ശുദ്ധിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഇവിടെ ചത്ത മത്സ്യം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചത്ത മത്സ്യം എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞത് മറന്നു. ഇവിടെ വെറും മത്സ്യം മാത്രമേ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതിന് ശേഷമുള്ളത് വെട്ടുകിളി എന്നിവയുടെ ശവം നജസല്ല എന്നാണ്. ശവം എന്ന് പറഞ്ഞാൽ ചത്തത് എന്നർത്ഥം. അപ്പോൾ വെട്ടുകിളിയുടെ ശവവും മത്സ്യത്തിൻ്റെ ശവവും മനുഷ്യൻ്റെ ശവവും നജസല്ല. ഇപ്പോൾ മനുഷ്യൻ ചത്തത് എന്ന് പറഞ്ഞാലും മത്സ്യം ചത്തത് എന്ന് പറഞ്ഞാലും വെട്ടുകിളി ചത്തത് എന്ന് പറഞ്ഞാലും അതെന്തല്ല, നജസല്ല. ഓക്കെ, രണ്ടാമത്തത് യോജിപ്പിക്കാം, മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് യോജിച്ച ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ എഴുതി കൊടുക്കണം. ഒന്നാമത്തത് വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് എന്ത്, ചെറിയ അശുദ്ധി. പേജ് നമ്പർ 8 തന്നെ അത് പറയുന്നുണ്ട്. വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. അതിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. രണ്ടാമത്തെ നോക്കിക്കോ, കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ ശുദ്ധി. അതിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും അടുത്തടുത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ചോദ്യം 2 കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. അപ്പോൾ ഇതാണ് വലിയ അശുദ്ധിയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ 2 വലിയ അശുദ്ധി. ഇനി 3 വുളൂഇൻ്റെ ഫർളുകൾ. വുളൂഇൻ്റെ ഫർളുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 5, 6. ഇതിലേതാണ് നോക്കാം. വുളൂഇൻ്റെ ഫർളുകൾ എന്നുള്ള പാഠം നോക്കാം. വുളൂഇൻ്റെ ഫർളുകൾ എന്ന പാഠം വായിച്ച് നോക്കാം. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരുന്ന കാര്യങ്ങൾ, വുളൂഇൻ്റെ ഫർളുകൾ അല്ലേ. അവ 6 ആകുന്നു. എത്രയാണ് എണ്ണം? 6 ആണ്. ഇവിടെ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. അപ്പോൾ ഈ ചിത്രസഹിതം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറിയിൽ അത് പെട്ടെന്ന് നിൽക്കും, നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കണം. അപ്പോൾ 6 ആണ് മൂന്നാമത്തെ ഉത്തരം. വുളൂഇൻ്റെ ഫർളുകൾ എത്ര? 6 ആണ്. അപ്പോൾ ഇതാണ് 3. ഇനി നാലാമത്തത് 2 തരത്തിലുണ്ട്. എന്താണ് 2 തരത്തിലുള്ളത്? നിസ്കാരമാണോ, 5 എന്നുള്ള നമ്പറാണോ, ശുദ്ധിയാണോ, തഹൂറായ വെള്ളമാണോ? ശുദ്ധിയാണ് 2 തരത്തിലുള്ളത്. നോക്കാം അതിനുത്തരം. 3 ശുദ്ധിയാവൽ എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ 8 തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ശുദ്ധി 2 തരത്തിലുണ്ട്. കണ്ടോ, ഒന്നാമത്തെ വരെ തന്നെ അതാ, ശുദ്ധി 2 തരത്തിലുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ളത് എന്താണ്? ശുദ്ധിയാണ്. ഇവിടെ എന്താ, ഇതാണ് നാലാമത്തെ ഉത്തരം. 5 ദീനിൻ്റെ തൂണാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്നാൽ ദീനിൻ്റെ തൂണാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം 1ാമത്തെ പാഠത്തിൽ തന്നെ കാണാം. നിസ്കാരത്തിൻ്റെ പാഠത്തിൽ ദീനിൻ്റെ തൂണാണ് എന്ത്. ഇവിടെ നോക്കിക്കോ, ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ 2ാമത്തേത് നിസ്കാരമാകുന്നു. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. നിസ്കാരമാണ് ദീനിൻ്റെ തൂണ്. അപ്പോൾ ദീനിൻ്റെ തൂണാണ് അത് നിസ്കാരം. അതെന്താണ്? 5ാം നമ്പർ ആൻസറാണ് കേട്ടോ. ഇനി നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണെന്നുള്ളതാണ്. ഇവിടെ ഒരു എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 5 ആണെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതേതാ പാഠം? 2ാമത്തെ പാഠം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നുള്ള പാഠം. ഇവിടെ നോക്കിക്കോ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. അതേ മാതിരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യത്തിൻ്റെ ഉത്തരം, 5 ആകുന്നു. ഇനി ലാസ്റ്റ് ഒന്നും കൂടി ബാക്കിയുള്ളൂ. അശുദ്ധികൾ ഉയർത്താനും നജസുകൾ നീക്കാനും വേണം. എന്ത് വേണം? തഹൂറായ വെള്ളം വേണം. ഇതാണ് 7ാമത്തേത്. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് 7 മാർക്കാണ് ഇത് മുഴുവൻ ശരിയാക്കിയാൽ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് 3ാമത്തേത് കള്ളികളിൽ എഴുതാം. എന്താണ് കള്ളികളിൽ എഴുതേണ്ടത്? 1 നിസ്കാരത്തിന് മുമ്പ് നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? പേജ് നമ്പർ 8 ശുദ്ധിയാവണം എന്നുള്ള പാഠം, 3ാമത്തെ പാഠത്തിൽ ഇവിടെ നമുക്ക് കാണാം.
നജസിൽ നിന്ന് ശുദ്ധിയാവൽ. നിസ്കാരത്തിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം, നിസ്കരിക്കുന്ന സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാകണം. ഇതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ശരീരം, വസ്ത്രം, സ്ഥലം. അപ്പോൾ ഇത് എഴുതിയാൽ 6 മാർക്കാണ് കിട്ടുന്നത്. 1-ന് 2 മാർക്ക് വെച്ചിട്ട് 3 എണ്ണത്തിന് 6 മാർക്ക് കിട്ടും. ഇപ്പോൾ രണ്ടാമത്തത് ഉളൂയിൽ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ 3 എണ്ണം എഴുതാണ്. പാഠം 4 പേജ് നമ്പർ 10 അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കളാണ്. ഇതല്ലാത്ത വസ്തുക്കളൊക്കെ നമുക്ക് പേരറിയെങ്കിലും എഴുതാം. പക്ഷേ ഏറ്റവും നല്ലത് എളുപ്പമുള്ള എഴുതാനാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ 3 വസ്തുക്കളുടെ പേര് ഇവിടെ എഴുതാം. ഓക്കെ. ഇനി 2 എണ്ണം വീതം എഴുതാനാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. 2 എണ്ണം വീതം എഴുതാം. ഒന്നാമത്തത് ഉളൂഇൻ്റെ സുന്നത്തുകൾ 2 എണ്ണം എഴുതാം. ഉളൂഇൻ്റെ സുന്നത്തുകൾ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ നിയ്യത്ത് മുതൽ പാഠം 6-ലാണുള്ളത് ഉളൂഇൻ്റെ സുന്നത്തുകളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഉളൂഇൻ്റെ സുന്നത്തുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തത് കിബിലയിലേക്ക് മുന്നിടുക. ഉളൂഇൻ്റെ സുന്നത്ത് ഞാൻ വീട്ടിൽ നിന്ന് നിയ്യത്തോടു കൂടി ഔദും ബിസ്മിയൊക്കെ ചൊല്ലുക. അപ്പോൾ ഔദ് ചൊല്ലുക, ബിസ്മി ചൊല്ലുക, ഇതൊക്കെ സ്വാക്ക് ചെയ്യുക. എളുപ്പമുള്ള 2-3 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഒരുപാടെണ്ണം ഉണ്ട്. തല മുഴുവനും തടവുക, മുഖയും കൈയും കാലും നീട്ടി കഴുകുക, പിന്നെ എല്ലാ കാര്യങ്ങളും 3 തവണ ചെയ്യുക. അങ്ങനെ വലതിനെ മുന്തിക്കുക, കൈയും കാലുകളും കഴുകുമ്പോൾ വലതിനെ മുന്തിക്കുക. അപ്പോൾ അതൊക്കെ ഇതിൽ എഴുതാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങൾ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അപ്പോൾ ഔദ് ഓതുക, ബിസ്മി ഓതുക. അപ്പോൾ 2 എണ്ണമായി. ഓക്കെ. ഇനി ഉളൂഇൻ്റെ ഫർളുകൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കാണിച്ച പേജിൽ ഉളൂഇൻ്റെ ഫർളുകൾ എന്നുള്ള പാഠം 5 പറയുന്നത് ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. നിയ്യത്ത് ചെയ്യുക, മുഖം കഴുകുക, അങ്ങനെ ഏതെങ്കിലും 2 എണ്ണം എന്താക്കുക ഇവിടെ എഴുതുക. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആണല്ലോ, അതിൽ 2 എണ്ണം എന്താക്കുക ഇവിടെ എഴുതുക. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 2ാമത്തെ പാഠത്തിലാണ് വരുന്നത്. ഇതിലേതെങ്കിലും 2 എണ്ണം ഔറത്ത് മറക്കുക, ഖിബിലക്ക് മുന്നിടുക. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള 2 എണ്ണം എന്താക്കിയാൽ മതി, എഴുതിയാൽ മതി. അപ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി പൂർത്തിയാക്കാം. നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം എന്നാണ് അല്ലേ. ഇവിടെ നജസുകളെ കുറിച്ച് പറയുന്ന പാഠത്തിൽ പേജ് നമ്പർ 9 നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അപ്പോൾ ഇത് നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടുള്ളൂ? കഴുകണം എന്ന് മാത്രമേ എഴുതി കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവനെന്തല്ല കുറ്റക്കാരനല്ല എന്നുള്ള. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ആ വാക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അതേ ആശയത്തിലുള്ള മറ്റെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ട് എന്താക്കാം, നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കോ. ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. ഓക്കെ. അങ്ങനെ കൊടുത്താൽ മതി. ഉത്തരം എഴുതാം. 1. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. 3 മാർക്കാണ്. 2. നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്താണ്? പാഠം 2 നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ആദ്യ വരിയിൽ തന്നെ പറയുന്നുണ്ട്. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അത് കൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അതാണ് ഈ 2 വരിയാണ് അതിൻ്റെ ഉത്തരം. ഇനി തഹൂറായ വെള്ളം എന്ന് പറയുന്ന ഇതിന് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ. ഇവിടെ മുതൽ ഇവിടുത്തെ വരെയാണ് അതിൻ്റെ ഉത്തരം. 3 മാർക്കാണ്. അതുകൊണ്ടാണ് വലിയ ഉത്തരം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ്, ഈ രീതിയിൽ തന്നെ എഴുതണം. ഇതുപോലുള്ള ആശയത്തിലുള്ള എഴുതിയാലും അതിനനുസരിച്ച് മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ. പേജ് നമ്പർ 10 പാഠം 4-ലാണ് അതിനുത്തരമുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷ ഉത്തരങ്ങൾ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ചില കൂട്ടുകാർക്ക് ചില പ്രയാസങ്ങൾ ആയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇനിയും നല്ല രീതിയിൽ നമ്മളൊക്കെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഉത്തരം ആരുടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അവർക്ക് കഴിയുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. അല്ലാഹു തആല നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും മുന്നേറാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.